Dear students, very good morning all. All are welcome to Business Management new video classroom. Topic departmentation. Departmentation. What is departmentation? It can be defined as the process of grouping of activities into units and subunits for the purpose of good administration. നല്ലൊരു അഡ്മിനിസ്ട്രേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അത് എനാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടോട്ടൽ ആക്ടിവിറ്റീസിന്, അതായത് എന്ത് പ്രോസസ് ഏത് തരത്തിലുള്ള ഇവന്റ് ആണോ അവിടെ എൻഗേജ് ചെയ്തിട്ടുള്ളത് ആ ടോട്ടൽ ആക്ടിവിറ്റീസിന് യൂണിറ്റ്സ് ഓർ സബ് യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ആക്ടിവിറ്റീസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ, ദിസ് ഈസ് ദ ടോട്ടൽ activities of an organization. It can be divided into two units, then units A and units B. That's in units. Then units A again divided into sub-units, and also units B again divided into sub-units. That is departmentation. But total activities in a രണ്ട് പാർട്ടായിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ യൂണിറ്റ്സിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, സബ് ഡിവിഷൻ നടത്തുന്നു. ഈ പ്രോസസ്സിനാണ് എന്ത് പറയുക, ഡിപ്പാർട്ട്മെന്റേഷൻ. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ്. അപ്പോൾ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. എങ്ങനെയാണ്, ഇൻ ടു യൂണിറ്റ്സ് ആൻഡ് സബ് യൂണിറ്റ്സ് ഫോർ ദി ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ഒരു അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സ് വളരെ സിമ്പിൾ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടോട്ടൽ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഡിഫറെന്റ് സബ് യൂണിറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് നടത്തുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുക. ദാറ്റ് മീൻസ് ഡെസിഗ്നേറ്റഡ് ആസ് ഡിവിഷൻസ്. ഇപ്പോൾ സ്കൂളുകൾ, ദാറ്റ് മീൻസ് ഇപ്പോൾ എന്താ പറയുക, വൺ സ്റ്റാൻഡേർഡ്, first standard, so A, then B, C, D, E, F, that is a subdivision നടത്തുന്നു. എല്ലാം എന്താണ്, യൂണിറ്റ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് 1 ആണ്. ദാറ്റ് മീൻസ് ഒരു വൺ സ്റ്റാൻഡേർഡിനെ ഡിഫറെന്റ് ഡിവിഷൻ ആയിട്ട്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ഓരോ കൺട്രോളിനും ഓരോരോ ആളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ക്ലാസ്സുകളിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ ഇതിന്റെ കൺട്രോളർ ആരാണോ, ദാറ്റ് മീൻസ് ക്ലാസ് ഇൻചാർജ്, ആ കൺട്രോളറെ വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്നു. അതാണ് ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ്സിലുണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആയിക്കോട്ടെ, ഡിഫറെന്റ് സെക്ഷൻ ആയിക്കോട്ടെ, ഡിഫറെന്റ് ജോബ്സ്, ഡിഫറെന്റ് യൂണിറ്റ്സ് അല്ലെങ്കിൽ ഡിവിഷൻസ്, ഇങ്ങനെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ നടത്തുന്ന പ്രോസസ്സിനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then on the basis of level of management, departmentation can be divided into 3 stages. For level of management, ഏതൊക്കെ ലെവല്, ടോപ്പ് ലെവല്, മിഡിൽ ലെവല് ആൻഡ് ലോവർ ലെവൽ. അപ്പോൾ ഈ ഒരു ലെവൽ അനുസരിച്ച് കൊണ്ട് ഫസ്റ്റിൽ ഒരു ഡിവിഷൻ നടത്തുന്നു. ഓക്കെ, അതായത് പ്രൈമറി ഡിപ്പാർട്ട്മെന്റേഷൻ. ആരാ പ്രൈമറി ഡിപ്പാർട്ട്മെന്റേഷൻ എനാക്ട് ചെയ്യുക, അതിന്റെ ടോപ്പ് എക്സിക്യൂട്ടീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് it is the initial breakup function into different activities. Then intermediate departmentation. Intermediate departmentation are implement ചെയ്തു പോകുന്നത് ഡിഫറെന്റ് ബ്രാഞ്ച്, ഡിഫറെന്റ് ഗ്രൂപ്പ്, അതായത് സെക്ടേഴ്സ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ലെവൽസ്. ദാറ്റ് മീൻസ് ദി ക്രിയേഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ടു മിഡിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇന്റർമീഡിയറ്റ്, മിഡിൽ ലെവല്, then primary departmentation എന്ന് പറയുന്നത് top executives, then ultimate departmentation. It is related to with division of activities into separate units at the lower levels. അപ്പോൾ ആ ലോവർ ലെവൽസിൽ തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു ഹൈസ്കൂൾ. ഓക്കെ, ഹൈസ്കൂൾ. അപ്പോൾ ഹൈസ്കൂൾ എന്ന് പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ 1 to 10 വരെ ആവാം, then 5th to 10 വരെ ആവാം. ഇതൊക്കെ എന്താണ്, ഹൈസ്കൂൾ ലെവൽ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. അപ്പോൾ ഇവിടെ 1 to 10th ആണ് ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതെങ്കിൽ
ഒരുപാട് സെക്ഷൻസ്, അതായത് 1 ഒരു ഡിപ്പാർട്ട്മെന്റ്, then 2, then 3, then 4, 5, 6, 7, 8, 9, 10. Okay, that's a different units. Then A standard 1 divided into A, then B, then C, then D. They are on the same way, 2, 3, 4, 5, 6, 7, 8, 9, 10, all of them. Then എല്ലാ ഇവന്റും എന്ത് ചെയ്യുന്നു, ഇങ്ങനെ സബ് ഡിവിഷൻസ് നടത്തി പോകും. എന്നാൽ ടോട്ടൽ ഇവന്റ് എന്താണ്? ദാറ്റ് മീൻസ് ഹൈസ്കൂൾ എന്ന് പറയുന്ന സെക്ടറാണ് ഇവിടുത്തെ മേജർ പാർട്ട്. ഈ ഹൈസ്കൂളിലാണ് ഈ പറയുന്ന ഡിവിഷനും സബ് ഡിവിഷൻസും കടന്നു വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാട്ട് ആർ ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തുന്ന മെത്തേഡ് ഒരു യൂണിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനകത്താണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ്സ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്കിൽ എങ്ങനെയാണ് ഇവിടെ implementation process conduct ചെയ്യുന്നത്? That means methods of departmentation. Methods of departmentation. Departmentation നടക്കുന്ന methods. The number 1, by functions. By function. ചെയ്യുന്ന ജോലിയുടെ അല്ലെങ്കിൽ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തും. Then second one, by product or services. By product or services. Products or services. The third one, by project team. By project team. Project team in the base. Then fourth one, by location. Locations in the base consider. Then fifth one, by customers. Okay, then what are the different methods of departmentation? Number 1, by function. ആ ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ആ യൂണിറ്റിൽ ആ ഫേമിലുള്ള ഫങ്ഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് അവിടെ ഡീൽ ചെയ്യുന്ന പ്രോഡക്ട്സ് ഓർ സർവീസ്. ഇപ്പോൾ സർവീസ് ഓറിയന്റഡ് സെക്ടർ ആവാം, പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആവാം, മാനുഫാക്ചറിങ് ആവാം, കൺസ്ട്രക്ഷൻ ഓറിയന്റഡ് ആവാം. ദെൻ ബൈ പ്രൊജക്ട് ടീം, അതിനകത്തുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ടീമിന്റെ ബേസ് ചെയ്തിട്ട്. ബൈ ലൊക്കേഷൻ, എവിടെയാണ് ഓർഗനൈസേഷൻ ലൊക്കേറ്റ് ചെയ്യുന്നതിന്റെ ബേസ് കൺസിഡർ ചെയ്തിട്ട്. ബൈ കസ്റ്റമേഴ്സ്, അതിനകത്തുള്ള കസ്റ്റമേഴ്സിന്റെ ഫാക്ട് കൺസിഡർ ചെയ്തിട്ട്. ഓക്കെ, ദെൻ ഡിപ്പാർട്ട്മെന്റ് ബൈ ഫങ്ഷൻസ്. ഇപ്പോൾ ഫങ്ഷൻസിന്റെ ബേസിൽ എങ്ങനെയാണ് ഡിപ്പാർട്ട്മെന്റേഷൻ നടക്കുന്നത്? ദെൻ ആസ് പെർ ദീസ് മെത്തേഡ്സ് the entire activities of the organization is grouped together on the basis of functions. ഇപ്പോൾ ഫങ്ഷൻസിന്റെ ബേസ് ചെയ്തുകൊണ്ട് the entire activitiesനെ ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം ഒരു പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റിന്റെ ഒരു പെൻ മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ്. അപ്പോൾ ആ പെൻ മാനുഫാക്ചറിങ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും? ഒരു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. ഓക്കെ, ദെൻ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും വേണം. ദെൻ അത് കഴിഞ്ഞാൽ ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? സെയിൽ നടത്തണം. അപ്പോൾ ഇവിടെ ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് വേണം. ക്ലിയർ? അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സ്ട്രക്ചർ കമ്പനിക്കുണ്ട്, അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ദെൻ ഒരു HR ഡിപ്പാർട്ട്മെന്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ദെൻ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്താ? ഈ ഒരു പെൻ മാനുഫാക്ചർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നു. അപ്പൊ ആ ഒരു നേച്ചറിലുള്ള ഒരു ഓർഗനൈസേഷൻ, അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്രിയേറ്റഡ് ഇൻ ദ ഓർഗനൈസേഷൻ. ഇപ്പോൾ പ്രൊഡക്ഷൻസിന് ആവശ്യമുണ്ട്, ഫിനാൻസിന് ആവശ്യമുണ്ട്, മാർക്കറ്റിംഗിന് ആവശ്യമുണ്ട്. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഓർഗനൈസേഷൻ these primary departments are further classified into different secondary departments. For example, sales department then may be replaced by marketing department, and it is further into marketing research department, advertising department. അങ്ങനെ ഒരു ഡിവിഷൻസ് നടത്തി പോവാം. ഇപ്പോൾ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ്സ്
ഇവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഡിഫറെന്റ് യൂണിറ്റ്സ്, അതായത് ഡിഫറെന്റ് സെക്ടേഴ്സ്, ദാറ്റ് മീൻസ് ഫിനാൻസ്, അത് നടത്തിക്കൊണ്ട് പോകാൻ ആവശ്യമായ ഫിനാൻസ് വേണം. ദെൻ നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ തീരുമാനിച്ചു, അപ്പോൾ ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കും. ദെൻ ഇത് മാർക്കറ്റിംഗ് നടത്തുന്ന ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലെ ഇവിടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കും. അപ്പോൾ പ്രൊഡക്ഷൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻസ്, ഫിനാൻസ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്. ഇനി എന്ത് ചെയ്യുന്നു, ഓർഗനൈസേഷന് ഡൊമിനന്റ് ആയ അല്ലെങ്കിൽ ഒരു ബിഗ് ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ എന്തായിരിക്കും, സബ് സെക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ്. അപ്പോൾ അഡ്വർടൈസ്മെന്റിന് ടീം ഇല്ലെങ്കിൽ ഒരു അഡ്ഹോക്ക് ടീമിന് ആവശ്യം ഉണ്ടായിരിക്കും, അഡ്ഹോക്ക് ടീമിന്. ദെൻ അഡ്വർടൈസ്മെന്റിന്റെ റിസർച്ച് കണ്ടക്ട് ചെയ്തു പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ യൂണിറ്റ്സ് അഗെയിൻ സബ് ഡിവിഷൻ പ്രോസസ്സ് അതിന്റെ ഫങ്ഷൻസിനെ ബേസ് ചെയ്ത് ചെയ്യുന്നതിനെ ആണ് നമ്മൾ എന്ത് പറയാ, ഡിപ്പാർട്ട്മെന്റേഷൻ ബൈ ഫങ്ഷൻസ്. അപ്പോൾ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഉണ്ടായിരിക്കും, അതിലൊരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരിക്കും, അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പറയുന്നതാണ് ഇവിടെ ഇത് വരുന്നത് ഫങ്ഷൻസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു പോവുക എന്നുള്ളത്. One, by products or services. By products or services. പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിന്റെ ബേസിൽ ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ് ആണ്. ഒരു കമ്പനിയിൽ ഒരേ പ്രോഡക്റ്റ് ലൈന് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഇലക്ട്രിക്കൽ കമ്പനീസ് സെലക്ട് ചെയ്യുകയാണ്, ഒരു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന കമ്പനീസ്. ഇപ്പോൾ LG എന്ന് പറയുന്ന ഒരു കമ്പനി സെലക്ട് ചെയ്യും. അപ്പോൾ ആ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ്സ്, ഓക്കെ, ഇപ്പോൾ LG എന്ന് പറയുന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ്, ദെൻ ഈ ചീഫ് എക്സിക്യൂട്ടീവിന്റെ കീഴിൽ എന്തുണ്ടായിരിക്കും, സബ് ഡിവിഷൻസ് നടത്തിപ്പോകും. എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പ്രോഡക്റ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു 3-4 പ്രോഡക്റ്റ്. സോ പ്രോഡക്റ്റ് A, ദെൻ പ്രോഡക്റ്റ് B, ദെൻ പ്രോഡക്റ്റ് C, ദെൻ പ്രോഡക്റ്റ് D. ഓക്കെ, അപ്പോൾ 4 പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി ഈ ഓരോ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും അതിൻ്റെ സബ്സെക്ഷൻ എന്തുണ്ടായിരിക്കും, ഇതിനൊരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ എഞ്ചിനീയർ ആവശ്യമുണ്ട്, ദെൻ ഒരു അക്കൗണ്ട്സ് മാനേജർ ആവശ്യമുണ്ട്, ദെൻ പ്രൊഡക്ഷൻ മാനേജർ ആവശ്യമുണ്ട്, ദെൻ മാർക്കറ്റിംഗ് മാനേജർ ആവശ്യമുണ്ട്. ഈ ഒരു പാർട്ട് എന്ത് ചെയ്യുന്നു, എല്ലാ ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിനും ആവശ്യമുണ്ട്. ക്ലിയർ ആണല്ലോ. ദാറ്റ് മീൻസ് ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരിക്കും. ഈ ചീഫ് എക്സിക്യൂട്ടീവ് കഴിഞ്ഞാൽ പ്രോഡക്റ്റ് A, പ്രോഡക്റ്റ് B, പ്രോഡക്റ്റ് C ആൻഡ് പ്രോഡക്റ്റ് D. ഡിഫറെന്റ് പ്രോഡക്റ്റ് ഒരു കമ്പനി തന്നെ പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഐറ്റത്തിന്റെ മേലെയുള്ള എഞ്ചിനീയർ, അപ്പോൾ ഈ എഞ്ചിനീയർക്ക് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇതിനുള്ളൊരു എഞ്ചിനീയർ ഈ ഒരു പാർട്ട്, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് A തന്നെ ഒരുപാട് പ്രോഡക്റ്റ് ലൈൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ TV എന്ന് പറയുന്ന ഒരു ഐറ്റം, ഇതൊരു പ്രോഡക്റ്റാണ്. ദെൻ മൊബൈൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇവിടെ മൊബൈൽ, TV എന്ന് പറയുന്ന 2 ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കമ്പനിയുടെ പ്രോഡക്റ്റ് മിക്സ് ആണ്. ഒരു ബ്രാൻഡ് നെയിമിൽ ഡിഫറെൻറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതിനെയാണ് പ്രോഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. ദെൻ TVൻ്റെ ഡിഫറെൻറ്റ് വേർഷൻ, അതിൻ്റെ സൈസ് അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റി, അതിൻ്റെ ബെനിഫിറ്റ്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് TVs LG പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഈ TV എന്ന് പറയുന്നതിനുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ദെൻ അതിൻ്റെ മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, അക്കൗണ്ട്സ് മാനേജർ, ദെൻ മൊബൈൽ എന്ന് പറയുന്ന ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന അടുത്ത എഞ്ചിനീയർ, ദെൻ അക്കൗണ്ട്സ് മാനേജർ, ദെൻ ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ. ഇങ്ങനെ എത്ര ഐറ്റം ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ അതിനൊക്കെ സെപ്പറേറ്റ് ലെവല് അല്ലെങ്കിൽ സെപ്പറേറ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്ത് പോകുന്നതാണ് ഏത്, ബൈ പ്രോഡക്റ്റ് ഓർ സർവീസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് ക്ലിയർ. അപ്പോൾ ഈ ഒരു പറയുന്ന കാറ്റഗറിയിൽ ഇതിന്റെ വോളിയം എന്തായിരിക്കും,
കൂടുതലായിരിക്കും. അപ്പോൾ എത്ര ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഫങ്ഷൻസ് ബേസിൽ ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തുന്നു, അതുപോലെ പ്രോഡക്റ്റ് ഓർ സർവീസ് ബേസിൽ ഡിപ്പാർട്ട്മെന്റേഷൻ. ഇനി ഫങ്ഷൻ ബേസും പ്രോഡക്റ്റ് ഓർ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റേഷന്റെ ഒരു കമ്പൈൻഡ് ഇവന്റ് ആണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. ഇതിനകത്ത് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ പ്രോഡക്റ്റ് ഓർ സർവീസ് ഓറിയന്റഡ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് നടത്തുന്നതാണ് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഫിനാൻസ് ആൻഡ് പേഴ്സണൽ, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റും അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റും എന്തായിരിക്കും, സെപ്പറേറ്റ് ആയിരിക്കും. പക്ഷെ ബാക്കിയുള്ള എല്ലാ പാർട്ടും ഒറ്റ ലെവലിലാണ് കണ്ടക്ട് ചെയ്ത് പോകുന്നത്. ഏതിലും കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനിലെ ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ് ഇംപ്ലിമെന്റ് ചെയ്തു പോകും. ഓക്കെ. Then third part, by project team. പ്രൊജക്ട് ടീമിന്റെ ബേസിൽ ഡിപ്പാർട്ട്മെന്റേഷൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ റീസെന്റ് പീരിയഡിൽ എന്ത് ചെയ്തു, പ്ലാസ്റ്റിക് കവേഴ്സ് ബാൻ ചെയ്തു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കവേഴ്സ് ബാൻ ചെയ്ത സമയത്ത്, അതായത് പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് മെജോറിറ്റി കേസിൽ എസ്പെഷ്യലി കവേഴ്സ്, അപ്പോൾ ഈ ആ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എന്ത് ചെയ്തു, ബാൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പേപ്പറുണ്ട്, ദാറ്റ് മീൻസ് ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ക്രാഫ്റ്റ് പേപ്പേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്യാരി ബാഗുകൾ ഉണ്ടാക്കുന്ന ഒരു ടീം, ദാറ്റ് മീൻസ് ഈ ഒരു ടീം ഡിപ്പാർട്ട്മെന്റേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റിന്റെ ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ റീജിയനിൽ ഒരു സ്പെസിഫിക് സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്ന ടീമിനെ ബേസ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് എ ടീം ഈസ് ക്രിയേറ്റഡ് ഇൻ ദ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. അപ്പോൾ അതായത് ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ക്യാരി ബാഗ് മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഫോമിലെ അല്ലെങ്കിൽ ആ ഒരു യൂണിറ്റിലെ ഒരു സ്പെഷ്യലൈസ്ഡ് ടീം എന്ത് ചെയ്യുന്നു, ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ദാറ്റ് മീൻസ് പേപ്പർ ക്യാരി ബാഗിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ അതിനുള്ള മെഷീനറീസ്, അതിനുള്ള റോ മെറ്റീരിയൽസ്, അതിന് വേണ്ട എക്യുപ്മെന്റ്സ്, അതിന് വേണ്ട ലാബേഴ്സ്, ഇതൊക്കെ എന്ത് ചെയ്യണം, മാറ്റം വരുത്തണം. അപ്പോൾ ആ എക്സിസ്റ്റിങ്ങിലുള്ള ടീമിനെ തന്നെ മാറ്റിയാൽ മതിയായിരിക്കും. പക്ഷെ ഇവിടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനെ മാറ്റേണ്ടി വരില്ല, അതുപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിനെയും മാറ്റേണ്ടി വരില്ല. അതേസമയത്ത് അതിനുണ്ടായിരുന്ന എഞ്ചിനീയേഴ്സിന് എന്ത് വേണ്ട, ഈ പേപ്പർ ക്യാരി ബാഗ് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ആവശ്യമില്ല. അപ്പോൾ അവിടെ ഒരു ചേഞ്ചസ് ആവശ്യമാണ്. then മാർക്കറ്റിംഗ്. അപ്പോൾ മാർക്കറ്റിംഗ് ഇന്നത്തെ പ്ലാസ്റ്റിക് ക്യാരി ബാഗിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ നിലവാരത്തിൽ കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രൈസിൽ ചേഞ്ചസ് ഒക്കെ വരുത്തിക്കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പോൾ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ന്യൂ ഐറ്റം മാർക്കറ്റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടീം ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ്സിനെയാണ് പ്രൊജക്ട് ടീം ഡിപ്പാർട്ട്മെന്റേഷൻ എന്ന് പറയുന്നത്. That is, a team is created in an existing organization for the purpose of conducting a study of the particular region or to produce a new product or complete a specific assignment. അപ്പോൾ അതാണ് അവിടുത്തെ അസൈൻമെന്റ് എന്ന് പറയുന്നത്. എന്താണ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗ് എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് പേപ്പർ ക്യാരി ബാഗിലേക്ക് ചേഞ്ചസ് ആയി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീമിൻ്റെ എനാക്ട്മെന്റ്. ഓക്കെ. അപ്പോൾ എങ്ങനെ എനാക്ട് ചെയ്താലാണ് അതിനൊരു ബെറ്റർ മാർക്കറ്റ് ഉണ്ടാവുക, എങ്ങനെയായിരിക്കും അതിൻ്റെ പ്രൈസ്, അത് കസ്റ്റമേഴ്സ് എത്രത്തോളം ആക്സെപ്റ്റ് ചെയ്യും, ഏത് സൈസിൽ അവൈലബിൾ ആക്കണം, എവിടെയാണ് ഏറ്റവും കൂടുതൽ അതിന് സെയിൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല വെയിറ്റുള്ള ഇവൻ്റ് ഒന്നും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല പേപ്പർ ക്യാരി ബാഗിൽ. ഇപ്പോൾ സ്റ്റീൽ ഐറ്റം, അയേൺ ഐറ്റം, ഈ പറയുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെയിറ്റ്ലെസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇപ്പോൾ ഡ്രസ് മെറ്റീരിയൽ, അതുപോലെ ഗോൾഡ്, സിൽവർ, ദെൻ സീഡ്സ്, ഇങ്ങനെ കണ്ടിട്ടുള്ള ഇവൻറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേപ്പർ ക്യാരി ബാഗിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടീമിനെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണം സപ്ലൈ ചെയ്യുക. അതാണ് മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ചിന്തിക്കാൻ പറ്റും.
പിന്നെ അതിൻ്റെ പ്രൊഡക്ഷൻസിന് എൻ്റർലി ചേഞ്ച് ആയി, മെഷീനറീസ് എൻ്റർലി ചേഞ്ച് ആയി, റോ മെറ്റീരിയൽ ചേഞ്ച് ആയി. അപ്പോൾ ഈ പറയുന്ന ഫാക്ടറൊക്കെ കൺസിഡർ ചെയ്ത് പോകലാണ് ഏത് ബൈ പ്രൊജക്റ്റ് ടീം എന്ന് പറയുന്നത്. ആ ഒരു ടീമിനെ ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ബൈ റീജിയൻ. ഒരു റീജിയന് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു ടെറിട്ടറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ഒരു റീജിയൻ, ലൊക്കേഷൻ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു റീജിയൻ സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു സെക്ടർ സെലക്ട് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തുന്നു. ദെൻ the organizations are grouped area or territory wise, or each area is under charge of one executives. അപ്പോൾ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽസിനെ സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ ഏരിയ, ഇപ്പോൾ ഓരോ പഞ്ചായത്ത് വൈസിൽ, ഓരോ വാർഡ് തലത്തിൽ, അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷൻ അല്ലെങ്കിൽ ഓരോ മുനിസിപ്പാലിറ്റി ലെവലിലുള്ള ഓരോ ഏരിയാസ് ഓരോ സ്പെഷ്യലൈസ്ഡ് പേഴ്സൺസിൻ്റെ അണ്ടറിൽ എന്താ പറയുക എക്സിക്യൂട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ് നടത്തുന്നതിനെയാണ് ബൈ റീജിയൻ ഓർ ലൊക്കേഷൻ ഓർ ടെറിട്ടറി എന്ന് ട്രീറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഓൺ ദ ബേസിസ് ഓഫ് ജിയോഗ്രഫിക്കൽ ഏരിയ സച്ച് ആസ് നോർത്തേൺ ഡിവിഷൻ, സദേൺ ഡിവിഷൻ, ദെൻ വെസ്റ്റേൺ, ദെൻ സെൻട്രൽ ഡിവിഷൻ എക്സെട്ര. അപ്പോൾ ആ ഒരു എന്താ പറയുക ടോട്ടൽ ഏരിയാസ് അതിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ ദെൻ വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, സൗത്ത്, നോർത്ത്, സൗത്ത്, വെസ്റ്റ് ആൻഡ് ഈസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഓൾ ഏരിയ ഒരാളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ദെൻ വെസ്റ്റ് തന്നെ ഉണ്ടായിരിക്കും ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, അതുപോലെ ഈസ്റ്റിൽ, ദെൻ സൗത്തിൽ, നോർത്തിൽ, എനിവേ. അപ്പോൾ അങ്ങനെ കണ്ടക്ട് ചെയ്ത് പോകാൻ വേണ്ടി വളരെ ഈസിലി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയാസിലും ഇപ്പോൾ ഒരു സോണൽ മാനേജർ, അപ്പോൾ ഓരോ സോണിന് ഓരോ മാനേജർ, ആ മാനേജറിൻ്റെ കീഴിൽ സബ് മാനേജേഴ്സിനെ അലോട്ട് ചെയ്തു, അതിൻ്റെ കീഴിൽ സബോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കും. ഇതാണ് ഇന്ന് നടക്കുന്നത് ഈ ഒരു റീജിയൻ ബേസിൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ബേസിൽ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടുക ചെയ്യാം. അതിപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പ് ലെവലിൽ ഒരാളുണ്ടായിരിക്കും. ഈ ടോപ്പ് ലെവലിൽ നിന്നാണ് ഈ ഡിഫറെൻറ്റ് 4 ഏരിയാസ് ആദ്യം കണ്ടക്ട് ചെയ്തത്. ഇനി ഇതിനകത്ത് നിന്നും ഒരു ജനറൽ വെസ്റ്റിലെ സോണൽ മാനേജർ ഉണ്ടായിരിക്കും, അതുപോലെ ഈസ്റ്റിൽ, ദെൻ സൗത്തിൽ, നോർത്തിൽ, ദെൻ അതിന് സബ് മാനേജേഴ്സ് ഉണ്ടായിരിക്കും, അതുപോലെ അതിൻ്റെ കീഴിൽ ഒരുപാട് ടീമുകൾ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഇതാണ് എന്ത് ചെയ്യുന്നത് ടീം റീജിയൻ ബേസിൽ അഥവാ ലൊക്കേഷൻ ബേസിൽ എന്ത് ചെയ്യുന്നു ഡിപ്പാർട്ട്മെന്റേഷൻ പ്രോസസ്സ് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയും. Then fifth one, departmentation by customers. Fifth one, departmentation by customers. കസ്റ്റമേഴ്സിലൂടെ ഇപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ലാർജ് സ്കെയിൽ കസ്റ്റമേഴ്സ്, സ്മോൾ സ്കെയിൽ കസ്റ്റമേഴ്സ്, ദാറ്റ് മീൻസ് ഒരുപാട് ആളുകൾ ഉള്ള ഏരിയ അതിനെ ബേസ് ചെയ്തുകൊണ്ട്, ദെൻ റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ ഇക്കണോമിക്കൽ പവേഴ്സ് ഉള്ള കസ്റ്റമേഴ്സ്, ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിൽ ഫോക്കസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ്, സാലറൈസ്ഡ് പേഴ്സൺസ്, അതുപോലെ ഓൺ ദ ബേസിസ് ഓഫ് ഇൻകം ബേസിൽ, ദെൻ ഏജിൻ്റെ ബേസിൽ, ദെൻ മെയിൽ ആൻഡ് ഫീമെയിൽ അതായത് സെക്സിൻ്റെ ബേസിൽ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നു കസ്റ്റമേഴ്സിനെ ക്ലാസിഫൈ ചെയ്യും. അങ്ങനെ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൻ്റെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മെയിൽ കാൻഡിഡേറ്റിന്, ഒരു ഫീമെയിൽ കാൻഡിഡേറ്റിന്, ഒരു ലക്ഷറി ടൈപ്പിൽ ജീവിക്കുന്ന കസ്റ്റമർ, ദെൻ ഒരു ആവറേജ് ലെവലിൽ, ദെൻ പുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ പുവറസ്റ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, ഇവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള പ്രോഡക്റ്റിൻ്റെ ഡിപ്പാർട്ട്മെന്റേഷൻ നടത്തുന്നതാണ് ബൈ പ്രോഡക്റ്റ്. ദെൻ ഈവൻ ദോ majority companies select composite, that means composition consists of all event like functional, then product or service, then region, then location or region, then team, project team, then customers. Okay, these are major methods. ഈ മെത്തേഡ്സിൽ ഈ കോമ്പോസിറ്റ് ഇവന്റ് ആണ് മെജോറിറ്റി സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ കോമ്പോസിഷൻ മീൻസ് മോർ ദാൻ 1 മെത്തേഡ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ. അങ്ങനെയാണ് കോമ്പോസിറ്റ് എന്ന് പറയുന്നത്. മെജോറിറ്റി കമ്പനീസും ചൂസ് ചെയ്യുന്നത് കോമ്പോസിറ്റ് ടൈപ്പ് ഓഫ് ഡിപ്പാർട്ട്മെന്റേഷൻ ആയിരിക്കും. ഇറ്റ്സ് ക്ലിയർ.